ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വിഷുഫലമാണ്. 2026 ഏപ്രിൽ 14 വിഷു. വിഷു ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും കുറിക്കുന്ന ഒന്നാണ്. ഈ ഒരു വിഷു വർഷക്കാലം 2026 ഏപ്രിൽ 14 മുതൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലം ഒരു 18 നക്ഷത്ര ജാതകർക്ക് 6 രാശികളിൽ ഉൾപ്പെടുന്ന 18 നക്ഷത്ര ജാതകരുടെ ജീവിതം മാറി മറിയുന്ന തരത്തിൽ വളരെ നല്ല ഗുണാനുഭവങ്ങൾ, നന്മകളാണ് ലഭിക്കുന്നത്. ഈശ്വരാനുഗ്രഹം ധാരാളം ലഭിക്കുന്ന സമയം, ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടവുമാണ്. ഈ വിഷു ഫലത്തിൽ ഈ 6 രാശികളിൽ ഉൾപ്പെടുന്ന 18 നക്ഷത്ര ജാതകരുടെ ജീവിതത്തെ അത് അത്രമേൽ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നുമാണ്. മുന്നോട്ടുള്ള ഒരു വർഷക്കാലം അത്രമേൽ വലിയ മാറ്റങ്ങളാണ് ഓരോ നക്ഷത്ര ജാതകർക്കും അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയാകാം. അങ്ങനെ വരുമ്പോൾ സ്വന്തം ജീവിതത്തെപ്പറ്റി, ഇപ്പോൾ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും മുന്നോട്ടുള്ള ജീവിതം, ഭാവി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. നമ്മളിവിടെ പറയുന്നത് രാശിഫലം, അത് വിഷുഫലമായാലും മറ്റേത് ഗ്രഹത്തിൻ്റെ മാറ്റമായാലും രാശിയിൽ വരുന്ന ഒരു പൊതുഫലമാണ്. ഒരു രാശിയിൽ തന്നെ വരുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട്. നമ്മൾ രാശിയിൽ എത്ര വലിയ ഗുണഫലം പറഞ്ഞാലും ദോഷഫലം പറഞ്ഞാലും ആ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് ഒരുപോലെയല്ല ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അനുഭവത്തിൽ വരുന്നത്. ആ ലഭിക്കുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതിന് പ്രധാന കാരണം അവരവരുടെ ജാതകപ്രകാരം നടക്കുന്ന ദശ കൂടിയാണ്. ഇവിടെ ഈ ഒരു വിഷുഫലം വളരെയധികം ഗുണഫലം നൽകുന്ന തരത്തിലാണ് മുന്നോട്ടൊരു വർഷക്കാലം. സ്വന്തം ജനന ജാതകപ്രകാരം അത്രമേൽ പാപനല്ലാത്തൊരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് പോലും നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി നമുക്ക് ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക്, ഏതൊക്കെ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വിഷു വർഷക്കാലം മുന്നോട്ട് വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ജീവിത ഉയർച്ച, നന്മകളൊക്കെ മുന്നോട്ടുള്ള ഒരു വർഷക്കാലമുണ്ടാകും. സ്വന്തമായി ഭൂമി, ഗൃഹം, ഇതിന് യോഗമുള്ള ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ മേടം രാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. നല്ല വിവാഹം, മംഗല്യഭാഗ്യം, ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരുന്നതാണ്. പലരെയും സംബന്ധിച്ച് സ്വന്തമായിട്ട് ഒരു പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ ആരംഭിക്കുവാൻ സാധിക്കും. വിദേശ യാത്ര, വിദേശ ജോലിയൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഈ യാത്രകളിൽ കൂടെ അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാകും. നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങൾ, പുണ്യ തീർത്ഥാടന സ്ഥലങ്ങൾ, ഇതൊക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു മുന്നോട്ടുള്ള ഒരു വർഷക്കാലം മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ല ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായ മുന്നേറ്റമുണ്ടാകും. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങളും സഹായങ്ങളുമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയം. അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു സമയത്തുണ്ടാകും. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് മുന്നോട്ട് ലഭിക്കുന്നത്. ധാരാളം ചിലവുകൾ വരുന്ന ഒരു വർഷക്കാലം, അത് പൂർണ്ണമായും ശുഭ ചിലവുകളായിട്ട് മാറുകയും ചെയ്യും. വണ്ടി, വാഹനം പലർക്കും ലഭിക്കുന്ന, അത് വാങ്ങാൻ കഴിയുന്ന ഒരു കാലഘട്ടം. ഭൂമി, ഗൃഹം, അതുപോലെയുള്ള നല്ല നല്ല മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കുക. അവരവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന തരത്തിൽ ആ ഒരു ധനം കൈകളിൽ വരുന്ന ഒരു വർഷക്കാലമാകും. നിങ്ങളെ മാനസികമായും ശാരീരികമായും അലട്ടിയിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ മേടം രാശിക്കാർക്ക് വിട്ടുമാറും. വളരെയധികം നന്മകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന
എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു വർഷക്കാലം തീർച്ചയായിട്ടും മേടം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു വിഷു വർഷക്കാലം ആരംഭിക്കുമ്പോൾ മുതൽ മുന്നോട്ട് മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, അത് ആരോഗ്യമാണെങ്കിലും അവരുടെ ജോലി തൊഴിലാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ജീവിതത്തിൽ ഐശ്വര്യം, സുഖം ഇതൊക്കെ ഈ ഒരു വർഷക്കാലം മേടം രാശിക്കാർക്ക് ഈശ്വരൻ നൽകുന്ന സമയമാണ്. ഇതിനെയൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ വ്യക്തിപരമായിട്ട് അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഈ ഒരു വർഷക്കാലം, വിഷു വർഷക്കാലം മേടം രാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു വർഷക്കാലം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല ഗുണഫലങ്ങളും നേട്ടങ്ങളും അനുഭവത്തിൽ വരുന്ന സമയമാണ്. എടുത്തു പറയണമെങ്കിൽ ധനപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലം, നിങ്ങൾ അനുഭവിക്കുന്ന പണം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. ആ സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി തൊഴിലിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മമേഖല പുഷ്ടിപ്പെടുന്ന ഒരു വർഷക്കാലമായിരിക്കും. ജോലിയില്ലാത്തൊരു വ്യക്തികൾക്ക് പോലും പുതിയ ജോലി ലഭിക്കുന്ന സമയം. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്ഥാനക്കയറ്റം, പദവി ഉയർച്ച, ശമ്പള വർധനവ്, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാപനത്തിലേക്കൊരു ജോലി മാറ്റം, അല്ലെങ്കിൽ ആഗ്രഹിച്ച രാജ്യത്തേക്കൊരു ജോലിക്കുള്ള സാധ്യത, ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ നടത്തി വരുന്ന മിഥുനരാശിക്കാർക്കും സമയം വളരെ അനുകൂലമാണ്. ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ വളരെ നല്ല പുരോഗതിയിൽ എത്തുകയും ചെയ്യും. പുതിയതായി ഒരു തൊഴിൽ, ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഈശ്വരാനുഗ്രഹവും വഴിയുമൊക്കെ തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ്. കർമ്മം സംബന്ധിച്ച് ഏറ്റവും നല്ല ഉയർച്ചയിൽ നിങ്ങൾ മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികൾ എത്തിച്ചേരുന്ന കാലഘട്ടം. നല്ല ജോലി, കർമ്മം പുരോഗമിക്കുന്നതോടുകൂടി നല്ല രീതിയിലുള്ള ധനവരവ്, ഒരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. അത് ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ്, ദാമ്പത്യപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. മനസ്സമാധാനം, സുഖം, സന്തോഷം ദാമ്പത്യ ജീവിതത്തിൽ ലഭിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരിക, അവരിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങളൊക്കെ വിട്ടുമാറും. വിവാഹം നിശ്ചയിച്ച ശേഷം മുടങ്ങിപ്പോയ അനുഭവം മിഥുനരാശിയിൽപ്പെട്ട പലർക്കുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയവുമാണ്. മിഥുനരാശിക്കാർക്ക് അത്രമേൽ അത്യുത്തമമായ ഒരു വർഷക്കാലമായിട്ട് ഈ ഒരു 2026 ഏപ്രിൽ 14 മുതൽ മുന്നോട്ട് അനുഭവത്തിൽ വരും. എല്ലാവിധത്തിലുള്ള നന്മകളും ഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. നല്ല രീതിയിൽ അവരവരുടെ ജോലി, കർമ്മം മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുകയും ചെയ്യും. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി വ്യക്തിപരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരവരുടെ ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു വിഷു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നന്മകൾ, ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു വർഷക്കാലം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിട്ടുള്ളതാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പരാധീനതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. പുതിയ വഴികൾ മുന്നിൽ തെളിഞ്ഞു കിട്ടും.
പുതിയ വഴിത്തിരിവുകൾ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ ഒരുപാട് നല്ല നേട്ടങ്ങൾ, ധനപരമായിട്ടൊരു മുന്നേറ്റം ലഭിക്കുന്ന കാലഘട്ടമാണ് കർക്കിടകം രാശിക്കാർക്ക്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം, മാറ്റം, ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കും. അതിനുവേണ്ടി പണം ചിലവഴിച്ചിരുന്ന ആ ഒരു പാഴ്ചിലവുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നടത്തിവരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും സുഹൃത്തുക്കളുടെയോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള എതിർപ്പുകൾ, ശത്രുതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു വർഷക്കാലം വിട്ടുമാറി വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറും. പലർക്കും ഭൂമി സംബന്ധിച്ച കേസ് വകകളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയവുമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു വർഷക്കാലമാകും ഇത്. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ ലഭിക്കും. നല്ല ജോലി ലഭിക്കുന്നതും, നല്ല വിവാഹം നടക്കുന്നതും, ഭൂമി, ഗൃഹത്തിനും വണ്ടി വാഹനങ്ങൾക്കും എല്ലാമുള്ള യോഗം ഈ ഒരു വർഷക്കാലം, ഈ വിഷുഫലം കർക്കിടകം രാശിക്കാർക്ക് നൽകും. കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അനുയോജ്യമായ വിവാഹം, മംഗല്യഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങൾക്ക് യാതൊരുവിധ ദോഷങ്ങളും ഈ ഒരു വർഷക്കാലം പറയുവാനായിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെ തടസ്സത, പ്രയാസം, മന്ദത ഇതൊക്കെ വിട്ടുമാറി 10% പ്രയത്നിച്ചാൽ 100% ഫലം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, ഒരു നന്മകളാണ് ഈ ഒരു വിഷു വർഷക്കാലം അനുഭവത്തിൽ വരുന്നത്. അത്രമേൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ശുഭമാണ് എന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ വ്യക്തതയോടെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, നടക്കുന്ന ദശാകാലങ്ങളെപ്പറ്റിയും മറ്റും അറിയണമെന്നുള്ളവർക്ക് അവരവരുടെ ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. പൊതുവെ നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു വിഷു വർഷക്കാലം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. ഈ ഒരു വിഷു വർഷഫലം ഏറ്റവും വലിയ നേട്ടങ്ങൾ നൽകുന്ന രാശിക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലം, ഒരു സുവർണ വർഷമായിട്ട് ഈ ഒരു വിഷു വർഷക്കാലം മാറും. അത്രമേൽ ഗുണഫലങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന അത്രമേൽ ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ഒരു വർഷക്കാലമാണ്. ധാരാളം പണം കൈകളിൽ വന്നു ചേർന്ന അനുഭവം ഉണ്ടാകും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും. അനാവശ്യ പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളിലേക്കൊരു സമ്പാദ്യം വന്നു ചേരുന്ന ഒരു കാലഘട്ടം. ജീവിതത്തിൽ പുതിയ പല കാര്യങ്ങളും തുടങ്ങാൻ പറ്റുന്ന സമയമാണ്. ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ആഗ്രഹം, സ്വന്തമായ ഭൂമി, ഗൃഹം, ഈ ആഗ്രഹങ്ങളൊക്കെ കന്നിരാശിയിൽപ്പെട്ട പലർക്കും സാധിക്കുന്ന ഒരു വർഷക്കാലം. ഒരു വാടക ഭവനത്തിൽ നിന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് ഒരു മാറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലം. ഗൃഹപ്രവേശം, അതുപോലെ മംഗല്യഭാഗ്യം, സന്താനഭാഗ്യം, ഇങ്ങനെ പലതരത്തിലുള്ള നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ വണ്ടിവാഹന യോഗം ഉൾപ്പെടെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങൾക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ ആഗ്രഹിക്കുന്ന ഉയർച്ച, നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കന്നിരാശിയിൽപ്പെട്ട വ്യക്തികൾക്കും വീണ്ടും മറ്റൊരു പുതിയൊരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാലഘട്ടം. അവരവരുടെ ജോലിയിൽ, ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ വിട്ടുമാറി കർമ്മരംഗം ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഒരു വർഷക്കാലമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾ പരിശ്രമിച്ചോളൂ. അതിനനുസരിച്ച് നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷക്കാലം. കർമ്മത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ മാറ്റങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും. മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകളൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട്, പല കാര്യകാരണങ്ങൾ കൊണ്ട് രണ്ടിടങ്ങളിലായിട്ട് കഴിയുന്ന, വേർപിരിഞ്ഞ് കഴിയുന്ന
ദമ്പതികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിവാഹ മോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരുണ്ടെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് പരിഹരിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയവും ജീവിത പങ്കാളിയിൽ നിന്ന് ഇത്രയും കാലം ഇത്രയും നാൾ ലഭിക്കാത്ത ഒരു മനസ്സന്തോഷം, ഒരു സമാധാനം, സുഖം, അപ്രതീക്ഷിതമായ പല ഗുണാനുഭവങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, യോഗ്യതയ്ക്കനുസരിച്ച് നല്ലൊരു വ്യക്തി ജീവിത പങ്കാളിയായിട്ട് വരുന്ന ഒരു വർഷക്കാലവുമാകും. അനുയോജ്യമായ വിവാഹം, മംഗല്യഭാഗ്യമൊക്കെ നടക്കുന്ന സമയം. കന്നിരാശിക്കാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ ഉത്തമമായ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളാണ് ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകുന്നത്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ഒരു ഭാഗ്യവർഷമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വിട്ടുമാറി ജീവിത ഉയർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടം, മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന തരത്തിൽ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. തീർച്ചയായിട്ടും എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും വൃശ്ചികം രാശിക്കാർ മറികടക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. സഹോദരങ്ങളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കും. നിങ്ങളാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഗുണഫലം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷക്കാലമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, ഭാഗ്യങ്ങൾ, നന്മകൾ എല്ലാം ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. ധനപരമായിട്ടുള്ള ഒരു നല്ല മാറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും, വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, ഗൃഹപ്രവേശം, സന്താനഭാഗ്യം തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ, കുടുംബ സ്വന്ത ബന്ധങ്ങളുമായിട്ടും സഹോദരങ്ങളുമായിട്ടും കൂടിച്ചേരാനുള്ള അവസരം, ഇങ്ങനെ ഒരുപാട് നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ല വിലയും മതിപ്പും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷക്കാലമാകും ഇത്. മുന്നോട്ട് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളാണ് ലഭിക്കുക. പ്രത്യേകിച്ചും വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പല നന്മകളും നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സമയം. അവർക്ക് ഉയർ വിദ്യാഭ്യാസം, ഉപരിപഠനം, വിദേശ പഠനം, അതുപോലെ തന്നെ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നല്ല രീതിയിൽ അനുഭവത്തിൽ ലഭിക്കുന്ന ഒരു വർഷക്കാലവും. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല മംഗല്യഭാഗ്യം, വിവാഹയോഗം വന്നു ചേരുന്ന സമയവുമാണ്. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്കും ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇത്. പൂർവികപരമായി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു നല്ല വർഷക്കാലം. സ്വന്തമായി ഭൂമിക്കും ഗൃഹത്തിനും ഉള്ള യോഗം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറുന്നൊരു കാലഘട്ടവുമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു ഭൂമിയുണ്ട്, അത് വിൽക്കാൻ ശ്രമിക്കുന്നു. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും ബാധ്യതകൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഭൂമി വിൽക്കാനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറി ഭൂമി വിൽപ്പന നടക്കുന്ന ഒരു വർഷക്കാലം കൂടിയാണ് ഇത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറി മനസ്സിന് അത്രമേൽ സുഖം, സമാധാനം, സന്തോഷം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. അതുപോലെ ശാരീരികപരമായിട്ടും നിങ്ങൾക്കൊരു നല്ല വർഷക്കാലമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. സാമ്പത്തിക ഉയർച്ച ലഭിക്കും. അങ്ങനെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു ഈശ്വരാനുഗ്രഹം, ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും കർമ്മസംബന്ധമായിട്ടുള്ള മേഖലകളിലുമെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു നല്ല മുന്നേറ്റം ലഭിക്കുന്ന, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു മുന്നേറ്റ കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നത്. അനുഭവിച്ചു വന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികൾ പലരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്നവരാണ്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു നല്ല വർഷമായിരിക്കും. ജീവിത ഉയർച്ച ഈശ്വരൻ നൽകും. ഇനി അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയമാണ് വരാനിരിക്കുന്നത്.
ഈ ഒരു വിഷു വർഷക്കാലം മീനം രാശിക്കാർ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായിട്ട് ഏഴര ശനിയുടെ കാഠിന്യം, ബുദ്ധിമുട്ട് ഏറ്റവും അനുഭവിക്കുന്ന രാശിക്കാരാണ്. സാമ്പത്തികമായിട്ടുള്ള നഷ്ടകഷ്ടങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, കുടുംബ ബന്ധങ്ങളിലും സ്വന്തം ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിശ്വസിച്ചിരുന്നവർ അവസാന നിമിഷം അവരുടെ ഭാഗത്ത് നിന്ന് ചതി, വഞ്ചന പോലുള്ള അനുഭവങ്ങൾ, അപമാനങ്ങൾ, ഒരുപാട് കഷ്ടനഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് മീനം രാശിയിൽപ്പെട്ട പലരും. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം തലയിൽ വെച്ചാൽ എങ്ങനെയാണോ അതാണ് അനുഭവം. മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടുമെല്ലാം പലതരത്തിൽ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു നല്ല സമയമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. വളരെ ഉത്തമമായ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് പണം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകൾ, പ്രയാസങ്ങളിൽ നിന്നൊരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുവാനായിട്ടുള്ള പണം ഈശ്വരൻ നിങ്ങളുടെ കൈകളിലേക്ക് നൽകുന്ന സമയമാണ് ഇത്. സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയം. അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ചു വന്ന മനോവേദനകൾ, വിഷമതകൾ ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷക്കാലമാകും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള വിഷമതകളിൽ നിന്ന് മോചിതരാകുന്ന ഒരു കാലഘട്ടമെന്ന് പറയാം. നിങ്ങൾക്കും ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ മനസ്സിന് ലഭിക്കുകയും മുന്നോട്ട് ജീവിച്ചു പോകുവാനുള്ള പല നല്ല വഴികളും അവസരങ്ങളും ഈശ്വരൻ നൽകുന്ന ഒരു വർഷക്കാലവുമാണ് ഇത്. അപ്രതീക്ഷിതമായിട്ടായിരിക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ലഭിക്കുക. ഈ കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലം ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്ന് ഇനി ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്ന പലരുമുണ്ട്. ഇനി ജീവിതമില്ല എന്ന് കരുതുന്നവരും അത്രമേൽ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായൊരു വഴിത്തിരിവ്, നല്ല അവസരങ്ങൾ, ജീവിത ഉയർച്ചകളൊക്കെ ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരും. സാമ്പത്തികമായിട്ടൊരു മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മാറും. ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ, നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ളൊരു തൊഴിൽ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ മൂടിക്കെട്ടിയിരുന്ന കാർമേഘം പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ് ഇത്. നിങ്ങളുടെ മനസ്സ് തെളിയുന്ന സമയം. അപ്രതീക്ഷിതമായിട്ടുള്ള പല നന്മകൾ, നേട്ടങ്ങൾ വരും. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് മീനം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് അപ്രതീക്ഷിതമായ സുഖാനുഭവങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കുക. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉപരിപഠനമോ, ഉയർ വിദ്യാഭ്യാസമോ, വിദേശവാസമോ, വിദേശ ജോലിയോ ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയം. അതുപോലെ മംഗല്യഭാഗ്യം ഈശ്വരൻ നൽകുന്ന സമയമാണ്. മീനം രാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഏറെക്കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന ഒരു സമയവുമാണിത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു ഈശ്വരാനുഗ്രഹം, ഈ ഒരു ഈശ്വര സ്വാധീനം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറി നല്ല മാറ്റങ്ങൾ ഈ ഒരു സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് മീനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഭൂമി വാങ്ങാനുള്ള ഒരു യോഗം ലഭിക്കുന്ന ഒരു വർഷക്കാലം കൂടിയാണ്. പലരെയും സംബന്ധിച്ച് അങ്ങനെ ഒരു നേട്ടം, മാറ്റങ്ങളൊക്കെ ഈ ഒരു വർഷം അനുഭവത്തിൽ വരും. എല്ലാ തരത്തിലും മീനം രാശിക്കാർക്ക് സമയം വളരെ നല്ലതാണ്. ഇനി അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഈ ഒരു വിഷു വർഷഫലം മീനം രാശിക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.